ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് റമളാൻ നോമ്പ് 3. നമുക്കൊരു സൂപ്പർ ചിക്കൻ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയാലോ? ഇത് സാധാ ചിക്കൻ കട്ട്ലൈറ്റ് അല്ല, സ്പെഷ്യലാണ്. ചിക്കൻ ചീസ് കട്ട്ലൈറ്റ്. അതിനാവശ്യമായ പൊട്ടറ്റോ ഞാൻ വേവിച്ചെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ചിക്കനും വേവിച്ചെടുത്തു. 1.5 സബോള കുനുകുന അരിഞ്ഞത്, മല്ലിയില, ഒരു പകുതി ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞത്, ക്യാരറ്റ് ഒരെണ്ണം കുനുകുന അരിഞ്ഞത്, പിന്നെ ചിക്കൻ പൊടിച്ചതും. പൊട്ടറ്റോയും ചിക്കനും ഒനിയനും മല്ലിയിലയും ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായി കുഴയ്ക്കുക. നമ്മുടെ കൈകൊണ്ട് നന്നായി കുഴച്ചാൽ മതി കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മസാലയും ചേർക്കാം. കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കാരണം ആ പൊട്ടറ്റോ നല്ലപോലെ ഇതിലെല്ലാം കൂടെ ആഡ് ആകണം. അതിന് വേണ്ടി കൈകൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ ആ എഗ്ഗിൻ്റെ ലിക്വിഡ് ഫോമും കൂടി ചേരുമ്പം നന്നായി കുഴയ്ക്കാൻ പറ്റും. അതിലേക്ക് ആവശ്യമായ മസാലകളായ ശകലം ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി ഒന്നും കൂടെ കുഴച്ചെടുക്കണം. ഇതിൻ്റെ ചേരുവകൾക്കൊന്നും കണക്കില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ പാകത്തിന് വേണ്ടത് അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ മസാലകളെല്ലാം ആഡ് ചെയ്ത് വീണ്ടും നന്നായി കുഴയ്ക്കണം. എന്നിട്ട് ചെറിയ ഓരോ ഉരുളകളാക്കിയിൽ ആ ഉരുളയിൽ ഒരു ചെറിയ ദ്വാരം അതിൻ്റെ നടുക്കുണ്ടാക്കി അതിലേക്ക് ഒരു കഷ്ണം ചീസ് ആഡ് ചെയ്ത് എന്നിട്ട് ഒന്നും കൂടെ നന്നായി കുഴയ്ക്കുക. കൈകൊണ്ട് നന്നായി കുഴച്ച ശേഷം വട്ട രൂപത്തിലാക്കണം. ഒരു കട്ട്ലൈറ്റിൻ്റെ രൂപത്തിലാക്കി എല്ലാം നമുക്ക് മാറ്റി വെക്കാം. ഞാൻ എല്ലാം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റി വെച്ച ശേഷം കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഒരു 10-15 മിനിറ്റ് മതി. ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് ക്രംസും എഗ്ഗും. ഈ എഗ്ഗിൽ ഞാൻ ശകലം ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ക്രംസിലോട്ട് ചെയ്തിട്ട് നന്നായി പ്രസ് ചെയ്ത് എടുക്കണം. ഓരോ കട്ട്ലൈറ്റും അതുപോലെ തന്നെ ഇത് ഈ പരുവത്തിലാക്കി വെക്കണം. സാധാ കട്ട്ലൈറ്റിനേക്കാളും ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടാകും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എണ്ണ ചൂടാകുമ്പം എണ്ണയിലിട്ട് മൊരിപ്പിച്ചെടുക്കണം. ഒരു സൈഡ് നന്നായി മൂത്ത ശേഷം മാത്രമേ തിരിച്ചിടാവുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സാധാ കട്ട്ലൈറ്റിൻ്റെ അത്രയും കട്ടി കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വേണം തിരിച്ചും മറിച്ച് വിടാൻ വേണ്ടി. എന്നിട്ട് ഓയിൽ പേപ്പറിലൊക്കെ മുക്കി എല്ലാ എണ്ണയും വലിഞ്ഞ ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതായിരിക്കും. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ.